ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് കേസിൽമേ ബ്ലാസ്റ്റ് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഞങ്ങളൊരു 4 പേരാണ്. ക്ലാസ്സിൻ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. എൻ്റെ ബ്രദർ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. കഷ്ടകാലത്ത് ഞങ്ങൾ കൂടെ നിന്ന് ഒരാളെ വണ്ടിയിൽ പോയി. ഇനി എങ്ങനെയൊന്നും അറിയില്ല. ഇനി പോക്കല്ല. 5 മണിക്കാണേ, ഇപ്പം 4:10 വേഗം എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തു ഗൈസ്. കണ്ടായിരുന്നു ഗൈസ്, അടിപൊളി പടം. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഗൈസ്, നമ്മളിപ്പോൾ പൂച്ചക്ക് 3-4 മത്തിയും മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും ഈത്തപ്പഴം മേടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ചായയെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവൻ്റെ വണ്ടിയിൽ പെട്രോൾ തീരാനായി. തിരക്കാണ്. എന്തൊക്കെയോ എനിക്കിങ്ങനെ ഇത്രയും തിരക്കിങ്ങനെ വണ്ടി കിട്ടിയൊന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര തിരക്ക് പോടില്ലല്ലോ. എന്നാൽ ഇങ്ങനെ രാത്രി തന്നെ ഇങ്ങനെ തിരക്കുമ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. 8 മണി 8:05 നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് നടന്നു പോവാണ് ഗൈസ്. പിന്നെ നാളെ രാവിലെ കാണാം ഗൈസ്. അപ്പം ഇന്നത്തെ വ്ലോഗിൻ്റെ ബാക്കി ദിവസമാണ്. ഇപ്പം രാവിലെ ഒരു 10 മണിയായി. ഇപ്പം ഒന്നും കൂടെ ചായ പിടിക്കാൻ പോവുകയാണ് ഞാൻ. എനിക്ക് അലർജി ആയിട്ട് ഞാനിപ്പം മരുന്ന് മേടിച്ച് വന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ചായ കുടിക്കാം കഴിച്ച്. ഞാൻ ഇത്രയും കടുപ്പത്തിലൊന്നും കുടിക്കില്ല. കാരണം പാലും ആ പാത്രത്തിൽ രാവിലത്തെ ബാക്കിയാണ്. അപ്പം അതിൻ്റെ കുറേ പൊടി ഉണ്ടായിരുന്നു, ചായപ്പൊടി. അപ്പം കുറേ ഇരുന്ന് കടുപ്പായി പോയി കഴിച്ച്. ഞാൻ ഇത്രയും കടുപ്പത്തിലൊന്നും ചായ കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. അനുസരിച്ച് 2 ഈത്തപ്പഴം എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഭയങ്കര അഡിക്റ്റായി പോയി. കുറേ ഇരുന്ന് തിന്നാൻ തോന്നും, പക്ഷെ അങ്ങനെ കഴിക്കരുത്. പക്ഷെ നല്ല രസമുണ്ട് തിന്ന്. പുറത്ത് കുഞ്ഞ് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ചോറെല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ 2:30 ആയി സമയം. ആകാശമൊക്കെ ഒരു മൂടിക്കെട്ടിയ പോലെയുണ്ട്. രാവിലത്തെ പാല് ചൂടാക്കി വെക്കാനുണ്ട്. ഇപ്പോൾ പാല് ചൂടാക്കി വെക്കാം. ഇപ്പം അയ്യോ, പാല് പൊളിച്ചോന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. മിക്കവാറും ഓടിക്കും. നേരത്തെ ചൂടാക്കി വെക്കേണ്ടതായിരുന്നു. രാവിലെ ഞാൻ ഉച്ചക്ക് ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരാളെ കാണിച്ചു തരാം ഞാൻ നിങ്ങളെ. ഒരാളെ തന്നെ ഞാൻ നോക്കുന്നുണ്ട്. ഇതാരാ എന്നെ കരയുന്നേ? പണിയാകാനായി ഗൈസ്. പുറത്ത് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് പോയി ഗൈസ്. ഇപ്പൊ അങ്ങനെ ഇരിക്കുവാണ്. എന്റെ ഫോണ് ബ്ലറായി അല്ലേ, കറണ്ട് ഇല്ലാത്തോണ്ട്. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ചായ ഒന്ന് കുടിക്കുന്ന വീഡിയോ എടുത്തില്ല ഗൈസ്. ഇപ്പൊ ചോദിച്ചെന്നാ പച്ചക്കറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാണ്. പച്ചക്കറി കൊട്ടൊന്ന് വൃത്തിയാക്കുവാണ്. വെക്കാൻ പോവാണ് മുട്ടക്കറി. അപ്പം ഉള്ളി ഇത് എണ്ണക്കാത്തിട്ട് ഇതാക്കുവാണ്. ബീട്രൂട്ട് അച്ചാറ് ഇടാൻ പോവാണ്. കടുക് പൊട്ടിക്കാൻ ഗൈസ്. നമ്മൾ കണ്ണിലിട്ട് ഉള്ളി വാട്ടിയിട്ട് നമ്മൾ ചമ്മന്തി അരക്കാൻ പോവാണ് ഗൈസ്. പക്ഷെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇനി നമ്മൾ ചോറ് ഉണ്ണാൻ വേണ്ടി പോവുകയാണ്. മുട്ടയുണ്ട്, പപ്പടമുണ്ട്, ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ചോറ് നിന്നിട്ട് കാണാം ഗൈസ്. ഇതിൽ കായുണ്ടല്ലേ. രസമുണ്ട്. പക്ഷെ നല്ല എരിവാട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ പാല് മേടിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്.
ഞാൻ വേറെ പാലായിരുന്നു ഉദ്ദേശിച്ചത്. സാരമില്ല, അഡ്ജസ്റ്റൊക്കെ അമ്മേനെ ഓടിക്കാണ്ട് നാട്ടി. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എക്സാമിന് പോവുകയാണ്. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് തുടങ്ങിക്കൊണ്ട് വേഗം എക്സാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. അങ്ങനെ ഇടൂരെത്തി. ഇവിടെയാണ് അമ്മ തയ്ക്കുന്നത്. എന്നിട്ട് അമ്മ എനിക്ക് ചായ എല്ലാം മേടിച്ച് നല്ല മുളക് വടയും നല്ല ചായയും കുടിച്ച് വീട്ടിലേക്ക് നടന്നു. ഞാൻ ഈ വെയിലത്ത് വീട്ടിലേക്ക് നടന്നു പോകാൻ ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് നാളെ പോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാണ്ട് നാളെയും ക്ലാസ്സുണ്ട് ഗൈസ്. നാളെ എനിക്ക് രാവിലെ പോകണം. നല്ല ഇപ്പം നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ നല്ല വെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മഴേനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ഒരു വെയിലാണ് ഗൈസ്. മഴയല്ല നനഞ്ഞ് കൊത്തിരുന്നത്. വീട്ടിലിരിക്കുവാണെങ്കിൽ മഴയാണ് ഇഷ്ടം, പക്ഷെ വെളിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് വെയിലാണ് ഇഷ്ടം. അങ്ങനെ ഗൈസ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ എപ്പോൾ വീട്ടിലെത്തണ്ടേ പറയാം. ഞാൻ ആടെ ഇടിയെല്ലാം കയറി നേരം പോയി. അമ്മയിന്ന് പുതിയ സിബ് പിടിപ്പിച്ച ബാഗ് എൻ്റെ അടുത്ത് തന്നു വിട്ടു. അതുകൊണ്ട് കയ്യിൽ കുറച്ച് സാധനങ്ങൾ എനിക്കൊന്നും ഒരു ഒതുക്കം കിട്ടാത്ത പോലെ ഉണ്ട്. മോട്ടർ ബാഗാണെങ്കിൽ ഒരു താഴെ ഇപ്പോൾ വെക്കും. അങ്ങനെ ഇരിക്കുകയാണ്. കാണുമ്പോൾ കൊതിയാണ്. നമ്മുടെ വീട്ടിലൊന്നും ഇല്ല, അതുകൊണ്ട് ഭയങ്കര ക്രേവിങ്സാണ് ആ സാധനത്തിനോടൊക്കെ. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ, ഞാനീ നടന്നു പോകുന്ന ഏരിയയിൽ റംബൂട്ടാൻ ഇല്ലാത്ത ഒരു വീടുമില്ല. ഇവിടെ ഇല്ലാത്ത എന്തെല്ലോ കൃഷിയും ഇതെല്ലാം നല്ല രസം. എല്ലാവരും കൃഷി ഇങ്ങനെ കാണാനും ഒരു വഴുതനങ്ങയും എന്തെല്ലോ നട്ടിട്ടൊക്കെ ഉണ്ടാവും. നല്ല രസം ഇങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം നോക്കി ഇങ്ങനെ പോകുന്ന നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഇതൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഇനി ഇതുവഴി ഇറങ്ങാമല്ലേ? ഇല്ല, അതുവഴി ഞാൻ കുന്ന് താഴോട്ട് ചെയ്യേണ്ടി വരും. ഇതുവഴി ഞാൻ കുറേ ദിവസമായി പോയിട്ട് നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഗായ്സ്, ഇപ്പം നമുക്ക് നല്ല വെയിൽ. എനിക്ക് ഇങ്ങനത്തെ വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്തിൽ കുളിക്കാൻ പോകണം. ഞാൻ പുഴേൻ്റെ അടുത്തോട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കുളിക്കുന്നതിനും കണ്ട് നമുക്ക് കുളിക്കാൻ കൊതിയായിട്ട്, അതും ഈ വെയിലും കൂടി ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ മഴയൊന്നുമില്ല, ഇതുപോലത്തെ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം പുഴയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ വീടെത്താൻ ഗൈസ് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ പിന്നെ അപ്പുറം തോന്നിയ മുളക് പൊടി എനിക്ക് ഇഷ്ടമായിട്ട് ഞാനൊരു മുളക് പൊടിയും കൂടെ വാങ്ങിച്ചു. ചൂട് മുളക് പൊടിയാണ്. നമ്മളിപ്പം കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നടക്കാം. അവിടെ ചെറിയൊരു ആണിത്തോടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഞങ്ങളിപ്പോൾ. ഇത് ഞങ്ങൾ പണ്ട് വർക്ക് ചെയ്യുന്ന ഗൈസ്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇച്ചിരി മീനും ഉണ്ടായിരുന്നു, കുറച്ച് പരളും അതൊക്കെ. പിന്നെ സമയം ഞങ്ങളെത്തുമ്പോഴത്തേക്ക് ഒരു 6 മണി 5:45 ആ സമയമൊക്കെ ആയിന്. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നിന്നില്ല. നേരെ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് കണ്ടോടി. മരവാടിയല്ല, ഇന്ന് ഇത്തിൽ കണ്ണിയോ? എൻ്റെ പേര് മരവാഴ ഗൈസ്. പറിച്ചാലോ? ഞാനും അമ്മയും കൂടെ 2 ബക്കറ്റ് വെള്ളവും കൊണ്ടുവച്ചു. ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് റംബൂട്ടാൻ കിട്ടും. വെള്ളം എടുക്കാൻ പോയ വീട്ടിലെ ചേച്ചി തന്നെയാണ്. അമ്മ ഇപ്പോൾ 7:30 അമ്മ പറഞ്ഞ് കടുകില്ലാന്ന്. അപ്പം നാളെ രാവിലെ ഒന്നും അത്ര നേരത്തൊന്നും കടയിൽ പോക്ക് നടക്കില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കടയിൽ പോവുകയാണ് ഗൈസ്. ലൈറ്റെല്ലാം അടിച്ചിട്ട് വേണം, പാമ്പൊന്നും ഇല്ലാണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുവാണ് സുഹൃത്തുക്കളെ. ഇതാണ് വീട്ടിൽ ആമ്പിള്ളേരില്ലാത്തതിൻ്റെ കുഴപ്പമല്ലേ? പ്രാർത്ഥിക്കാം. സാധനം എല്ലാം മേടിച്ചിട്ട് ഇപ്പം വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം സമയം 7 കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ചോറുന്നുള്ള സമയം കഴിച്ചു. നമ്മളിന്ന് തേണ്ടി തിരിഞ്ഞാണ്. നമ്മൾ പുളിമുട്ടായി മേടിച്ചു. കാണുന്നുണ്ടോ നിങ്ങൾ? ഗൈസ്, ഇപ്പം വൈകുന്നേരമായി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ്. ഇനി വൈകുന്നേരത്തെ ഒരു വ്ളോഗ് പോലെയാണ്. പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
എൻ്റെ ഗായ്സ് നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, കറണ്ട് പോയി ഗൈസ്. അയ്യോ ഇത്ര നേരം വെറുതെ ഇരുന്ന് സമയം കളഞ്ഞ കുറേ പാത്രം കഴുകാണ്ടേനു. എന്തെല്ലോ പണിയുണ്ടേനു, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അമ്മ ഇന്ന് ഇവിടെ ഇല്ല, അതുകൊണ്ട് അതിൻ്റേതായ കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അലക്കണം, ഒരു കപ്പളങ്ങേനം പറിച്ച് വെക്കാണ്ട്, കുറേ പാത്രം കഴുകാണ്ട്, ചോറും കറി വെക്കണ്ട. അപ്പോൾ അതിന് ബ്രദർ ബിരിയാണി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അപ്പാട് ചോറ് വെക്കേണ്ടി വരും ഗൈസ്. നമുക്കാദ്യം അലക്കാനാണുള്ളത്, നമുക്ക് അലക്കിയിട്ട് കാണാം ഗൈസ്. നമുക്ക് വേഗം കിട്ടി, ഒറ്റ കുത്തനെ കിട്ടിയാണ് ഗൈസ്, വേഗം കിട്ടി. ഇനി നമുക്ക് കുറേ പാത്രം കഴുകാനുണ്ട്, അത് കഴിഞ്ഞാൽ അല്ല നമ്മൾ പാത്രമെല്ലാം തേച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വലുതായിട്ടുള്ള സോപ്പ് തെറിച്ചത് കണ്ടോ. ഇനി നമ്മൾ ബ്രദർ വന്നിട്ടുണ്ട്, അവൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല വിശപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കൊടുത്ത് വെക്കാം, ചായ കൊടുക്കാൻ വിചാരിച്ചു. ഇന്നിപ്പം അതൊന്നുണ്ടല്ലോ, അപ്പം നമ്മളിനി അവന് ചായ കൊടുക്കട്ടെ. ഞങ്ങൾ കുറേ പ്രതീക്ഷിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ചോറ് വെന്തിട്ടില്ല, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ നെയ് റോസ്റ്റ് കൊണ്ടുവന്നില്ല. ഇവന് നെയ് റോസ്റ്റ്, ഞങ്ങൾക്ക് രണ്ടൊക്കെ ബിരിയാണി ആയിരുന്നു. നെയ് റോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത സാധനം, അടിപൊളിയായിരുന്നു. പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചക്കായിരുന്നു ക്ലാസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. സ്റ്റേറ്റിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തി ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. നല്ല ചെറിയുണ്ട്, നല്ല കളറുള്ള. ഗായ്സ് ഇപ്പോൾ രാവിലെ ഞങ്ങൾ എക്സാമിന് പോക്കാണ്, ഇറങ്ങിപ്പോയി. മൈ ഫേവറേറ്റ് കായികയായിരിക്കുന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയാണ്. ബസ് ഇറങ്ങുമ്പോൾ മഴയാണ് കേട്ടോ. ഇപ്പം കുറേ കുറഞ്ഞു ഇപ്പോൾ വീടെത്തിയപ്പോൾ. ഇതുവഴിയാണ് ഞാൻ നടന്നു പോകുന്നത്. കാര്യം കാണുന്നില്ല, ഇന്ന് തന്നെ എൻ്റെ ദൈവമേ എക്സാം, മറ്റു മനുഷ്യന്മാരെ കാണുന്നില്ല. അല്ലെങ്കിൽ കുറേ പിള്ളേരെല്ലാം പോകുന്നതാണ്. ഫ്രണ്ട് വിളിച്ച് ആടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആടെ നിൽക്കാൻ, എന്നിട്ട് അപ്പുറം പോകാനുണ്ടാക്കും. അവിടെ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ കയറിക്കോണ്ട, സമാധാനം. എന്തായാലും കടയും തുറക്കാത്ത 2ാം ശനിയാഴ്ച ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയം 2ാം ശനിയാഴ്ച ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ അങ്ങനെ എക്സാമും കഴിഞ്ഞു, പിന്നെ ക്ലാസ്സും കഴിഞ്ഞു. ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ കാണാൻ പോയി. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടീൻ്റെ അടുത്ത് കളിപ്പിക്കുവാണ്. എനിക്കാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിള്ളേരൊക്കെ എടുത്തിട്ട്. അങ്ങനെ നല്ല രസമായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അപ്പം വന്ന് ഞാൻ ചായ കുടിക്കണം വീട്ടിലെത്തിയിട്ട്. ഞാനിനി കറ്റാർവാഴ വെച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ്. എണ്ണയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തറവാട്ടിലേക്ക് പോവുകയാണ്. നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്, അപ്പം അതിനു വേണ്ടി തറവാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ തറവാട്ടിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു പോക്കാണ്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. തറവാട്ടിൽ നിന്നൊരു പഴം തന്നിട്ട്, ഒരു കൊലപ്പഴം. അങ്ങനെ ഇച്ചിരി നമ്മൾ യൂട്യൂബിൽ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഇതുവരെ അങ്ങനെ ആരോട് കെഞ്ചിയിട്ടൊന്നുമില്ല. 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ. ഓ ഇത് കളിക്കാമെന്തോ.